ഹായ് എവരി വൺ, എല്ലാവർക്കും iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. NTA UGC നെറ്റ് പേപ്പർ 2 മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായ യൂണിറ്റ് 7 കൺസ്യൂമർ ആൻഡ് ഇൻഡസ്ട്രിയൽ ബൈയിങ് ബിഹേവിയറിലെ സർവീസ് മാർക്കറ്റിംഗ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർവീസ് മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപേ എന്താണ് സർവീസ് എന്ന് നമുക്ക് പഠിക്കാം. So, the American Marketing Association defines service as activities, benefits and satisfaction which are offered for sale or are provided in connection with the sale of goods. ഓക്കെ, അപ്പോൾ എന്താണ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ സർവീസിന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ. സെയിലിന് ഓഫർ ചെയ്യുന്ന ആക്ടിവിറ്റീസോ ബെനിഫിറ്റ്സോ സാറ്റിസ്ഫാക്ഷനെയോ ആണ് എന്ത് പറയുന്നത് സർവീസ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ആർ പ്രൊവൈഡഡ് ഇൻ കണക്ഷൻ വിത്ത് ദ സെയിൽ ഓഫ് ഗുഡ്സ്. ഓക്കെ, സോ ഇതാണ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് സർവീസ് പ്രൊവൈഡഡ് അറ്റ് സലൂൺ, കസ്റ്റമർ സർവീസ് ഓഫ് ദ കോൾ സെൻറ്റർ. അപ്പോൾ എന്തൊക്കെയാണ് സലൂണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ സലൂണിൽ പോയി കഴിഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യാം, അതൊരു സർവീസ് ആണ്. അതുപോലെ തന്നെ എന്താണ് കോൾ സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ കസ്റ്റമർ സർവീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് സർവീസുകളാണ്. അപ്പോൾ എന്താണ് ഒരു പ്രോഡക്റ്റും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു പ്രോഡക്റ്റ് എന്താണെന്ന്. പ്രോഡക്റ്റ് ക്യാൻ ബി ടാഞ്ചിബിൾ അല്ലേ. നോർമലി പ്രോഡക്റ്റിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു തിങ് ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. വി ക്യാൻ ടച്ച് ഇറ്റ് അല്ലേ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് പെൻ, ബുക്ക്, കമ്പ്യൂട്ടർ ഒക്കെ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് ആയിട്ട് പറയാം. നേരെ മറിച്ച് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ നോൺ ഫിസിക്കൽ പ്രോഡക്റ്റ് ആണ് വിച്ച് കനോട്ട് ബി ടച്ച്ഡ് അല്ലേ. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു സർവീസ് അറ്റ് സലൂൺ, അതുപോലെ തന്നെ എന്താണ് കോൾ സെൻറ്ററിൽ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്ന അവരുടെ എന്താണ് സേവനം, ഇതൊക്കെ സർവീസിൽ പെടുത്താം. അതുപോലെ തന്നെ ടീച്ചിങ് ഒരു സർവീസാണ്. അതുപോലെ ലീഗൽ സർവീസുകൾ, ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ സർവീസുകളാണെന്ന് പറയാം. അതുപോലെ തന്നെ ബാങ്കിങ് പ്രോഡക്റ്റ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് സർവീസിന് പറയാം. സോ വി ക്യാൻ സേ സർവീസ് മീൻസ് ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റ്. ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റിനെയാണ് നമ്മൾ നോർമലി സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എന്താണ് സർവീസ് മാർക്കറ്റിംഗ് എന്ന് നോക്കാം. സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി ഡിഫൈൻഡ് ആസ് എ ഫിനോമിനൻ wherein a service or an intangible commodity is promoted and marketed among the target audience. അപ്പോൾ സർവീസ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സർവീസ് അല്ലെങ്കിൽ ഒരു ഇൻടാഞ്ചിബിൾ കമ്മോഡിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫിനോമിനൻ അല്ലേ. ഇൻടാഞ്ചിബിൾ കമ്മോഡിറ്റിയെ പ്രൊമോട്ട് ചെയ്ത് അതിനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർവീസ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഈ ഇൻടാഞ്ചിബിൾ കമ്മോഡിറ്റിയെ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്ത് അത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക. അതാണ് സർവീസ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് സർവീസസ്. So there are two types of services, namely core services and supplementary services. നമുക്ക് സർവീസസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, കോർ സർവീസസും സപ്ലിമെന്ററി സർവീസസും. സോ ഫസ്റ്റ് കോർ സർവീസസ്. എന്താണ് കോർ സർവീസസ് എന്ന് നോക്കാം. A service that is the primary purpose of the transaction, or we can say these are the basic service provided. അപ്പോൾ കോർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസാക്ഷൻ്റെ പ്രൈമറി പേർപ്പസ് അല്ലെങ്കിൽ എന്താണ് ബേസിക് സർവീസ് പ്രൊവൈഡഡ്. ബേസിക് ആയിട്ട് ഒരു സർവീസ് എന്താണോ കൊടുക്കുന്നത് അതിനെയാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ്റെ പ്രൈമറി പേർപ്പസ് എന്താണ് അതിനെയാണ് കോർ സർവീസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം എ ഹെയർ കട്ട്, ഓക്കെ, ബൈ എ ബാർബർ അല്ലെ. ഒരു ബാർബർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെയർ കട്ട്. അപ്പോൾ അവിടെ എന്താണ് ഹെയർ കട്ടാണ് ഒരു ബാർബർ പ്രൊവൈഡ് ചെയ്യുന്ന അയാളുടെ പ്രൈമറി സർവീസ് അല്ലെങ്കിൽ അയാളുടെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹെയർ കട്ടാണ്. അപ്പോൾ അതാണ് അയാളുടെ കോർ സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർവീസ് ഓഫ് ലോയറുടെ ബേസിക് സർവീസ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ്റെ ബേസിക് സർവീസ് എന്ന് പറയുന്നത് ലീഗൽ അഡ്വൈസുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ടീച്ചറുടെ ബേസിക് സർവീസ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അപ്പോൾ ഇതിനെയാണ് കോർ സർവീസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ട്രാൻസാക്ഷൻ്റെ പ്രൈമറി പേർപ്പസ് എന്താണ്? ഓക്കെ, എ സർവീസ് ദാറ്റ് ഈസ് ദ പ്രൈമറി പേർപ്പസ് ഓഫ് ദ ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷൻ്റെ പ്രൈമറി പേർപ്പസ് ആയിട്ടുള്ള സർവീസുകളാണ് കോർ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കീ സർവീസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസുകൾ. Then supplementary service എന്ന് പറഞ്ഞാൽ എന്താണ്? These are the additional service offered over and above core service. കോർ സർവീസിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ചില ആഡഡ് ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെ, അഡീഷണൽ ആയിട്ട് കോർ സർവീസിനോടൊപ്പം കൊടുക്കുന്ന സർവീസുകളെയാണ് എന്ത് പറയുന്നത്?
സപ്ലിമെൻ്ററി സർവീസ് എന്ന് പറയുന്നത്. കോർ സർവീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് കൊടുക്കുന്ന സർവീസ്. അതിനോടൊപ്പം ആഡഡ് ആയിട്ട് കൊടുക്കുന്ന ചില സർവീസുകളെയാണ് സപ്ലിമെൻ്ററി സർവീസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഹെയർ സ്പാ ഓൺ എ സ്പെഷ്യൽ ഹെയർ കട്ട്. അതായത് ഒരു സലൂണിൽ നിന്ന് നമ്മളൊരു സ്പെഷ്യൽ ഹെയർ കട്ട് ചെയ്താൽ അതിനോടൊപ്പം അവർ നമുക്കൊരു ഹെയർ സ്പാ കൂടെ ചെയ്തു തരികയാണെങ്കിൽ അതെന്താണ്? ഹെയർ കട്ടിനോടൊപ്പം തരുന്ന ഒരു അഡീഷണൽ സർവീസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു സപ്ലിമെൻ്ററി സർവീസ്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് സർവീസ്, കോർ സർവീസ് ആൻഡ് സപ്ലിമെൻ്ററി സർവീസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ്. അടുത്തതായി എന്തൊക്കെയാണ് സർവീസ് മാർക്കറ്റിംഗിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻടാഞ്ചിബിലിറ്റി. That means services are intangible. That means it cannot be touched. അല്ലേ? അല്ലെങ്കിൽ അതിനൊരു ഫിസിക്കൽ എവിഡൻസ് ഉണ്ടായിരിക്കില്ല, ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തതാണ് എന്താ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സർവീസ് മാർക്കറ്റിംഗിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻടാഞ്ചിബിലിറ്റി. ദെൻ സെക്കൻഡ് വൺ ഇസ് ഹെട്രോജിനിറ്റി ഓർ വാരിയബിലിറ്റി. എന്താണ് ഹെട്രോജിനിറ്റി അല്ലെങ്കിൽ വാരിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് മീൻസ് ഈച്ച് സർവീസ് ഈസ് യുണീക്ക്. അല്ലേ? ഓരോ സർവീസസും എന്താണ്? യുണീക്ക് ആണ്. അതായത് ഇറ്റ് കനോട്ട് ബി റിപ്പീറ്റഡ് ഈവൺ ഇഫ് ഇറ്റ് ഈസ് ഫ്രം ദ സെയിം സപ്ലയർ. അല്ലേ? ഓരോ സർവീസും എന്താണ്? ഹെട്രോജീനിയസ് ആണ് അല്ലെങ്കിൽ വാരിയബിൾ ആണ്, വാരി ചെയ്യുന്നതാണ്. അല്ലെ? അതിനൊരു വാരിയബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരാൾ തന്നെ റെൻഡർ ചെയ്യുന്ന സർവീസ് ആണെങ്കിൽ പോലും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സർവീസ് എന്ന് പറയുന്നത് എന്താണ്? യുണീക്കാണ്. അല്ലേ? അത് അതേപോലെ തന്നെ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മളൊരു സലൂണിൽ പോയി ഒരു ഹെയർ കട്ട് ചെയ്തു, ഒരു ബാർബറിൻ്റെ അടുത്തുനിന്ന് നമ്മളൊരു ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്തൊരു ടൈമിൽ നമ്മൾ പോകുമ്പോൾ മുന്നേ കിട്ടിയതുപോലെ തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്തു തന്ന പോലെ ആവണമെന്നില്ല നെക്സ്റ്റ് കസ്റ്റമറിന് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ടീച്ചർ, ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലെടുത്ത അതേ സെയിം ടോപ്പിക് തന്നെ അടുത്തൊരു ക്ലാസ്സിലെത്തുമ്പോൾ എന്തായിരിക്കും? ചില ഡിഫറൻസുകൾ ഉണ്ടാകും, ചിലപ്പോൾ ചില അഡീഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ മുൻപത്തെ ക്ലാസ്സിൽ നിന്ന് എടുത്തതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. അല്ലേ? അപ്പോൾ അതിനെയാണ് ഹെട്രോജിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു ഫീച്ചറാണ് എന്ത്? ഹെട്രോജിനിറ്റി അല്ലെങ്കിൽ വാരിയബിലിറ്റി എന്ന് പറയുന്നത്. അല്ലേ? അപ്പോൾ സർവീസ് എന്ന് പറയുന്നത് യുണീക്കാണ്. അത് റിപ്പീറ്റ് ചെയ്താലും എന്തായിരിക്കും? അതിന് ഡിഫറൻസുകൾ വരാം. അതാണ് ഹെട്രോജിനിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് പെരിഷബിലിറ്റി. എന്താണ് പെരിഷബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടുത്ത ഫീച്ചറാണ് പെരിഷബിൾ ആണ്. സർവീസസ് പെരിഷബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ദേ കനോട്ട് ബി സ്റ്റോർഡ്, സേവ്ഡ് ഓർ റിട്ടേൺഡ്. അല്ലേ? അത് സ്റ്റോർ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ സേവ് ചെയ്യാനോ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സർവീസസ് സ്റ്റോർ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ റീസോൾഡ് വീണ്ടും അത് എന്ത് ചെയ്യാൻ റീസെൽ ചെയ്യാനൊന്നും പറ്റില്ല. അല്ലേ? യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ദാറ്റ് മീൻസ് വൺസ് റെൻഡേർഡ് ടു എ കസ്റ്റമർ സർവീസസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ആൻഡ് കനോട്ട് ബി ഡെലിവേർഡ് ടു അനദർ കസ്റ്റമർ. അല്ലേ? അപ്പോൾ ഒരാൾക്ക് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സമയത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ റീയൂസ് ചെയ്യാം എന്ന് വെച്ചിട്ടോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ത് സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് പെരിഷബിൾ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ദിറ്റ് ഈസ് നോൺ ട്രാൻസ്ഫറബിൾ. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇൻസെപ്പറബിലിറ്റി. സർവീസ് ഇൻസെപ്പറബിൾ ആണെന്നാണ് പറയുന്നത്. എന്താണ് ഇൻസെപ്പറബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്? ദിസ് ആർ ജനറേറ്റഡ് ആൻഡ് കൺസ്യൂംഡ് ഇൻ ദ സെയിം ടൈം ഫ്രെയിം ആൻഡ് ഇസ് ഓൾസോ ഡിഫിക്കൾട്ട് ടു സെപ്പറേറ്റ് എ സർവീസ് ഫ്രം ദ സർവീസ് പ്രൊവൈഡർ. അല്ലേ? അപ്പം ഇൻസെപ്പറബിൾ ആണ്. അതായത് ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അല്ലേ? എപ്പോഴാണോ സർവീസ് കിട്ടുന്നത് അത് ആ സമയത്ത് തന്നെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സർവീസ് എന്ത് ചെയ്യും വേണം? കൺസ്യൂം ചെയ്യുകയും വേണം. അതാണ് ഇൻസെപ്പറബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ സർവീസിനെയും ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളെയും എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സർവീസിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹെയർ കട്ടിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ എന്താണ് ആ ഹെയർ കട്ട് ആ ബാർബർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആ ടൈം ഫ്രെയിമിൽ തന്നെയാണ്, അല്ലെ? ആ ടൈമിൽ തന്നെയാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്? ആ ഒരു സർവീസ് എന്ത് ചെയ്യുന്നത്? കൺസ്യൂം ചെയ്യുന്നത്. അല്ലേ? അപ്പം അത് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാർബറിൽ നിന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹെയർ കട്ട് എന്ന് പറയുന്ന സർവീസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇൻസെപ്പറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് managing service quality and brands. So it is important for the organization to maintain the level of services being offered to its customers. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും അവർ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന സർവീസിന് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ്, അല്ലെ, ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് എപ്പോഴും എന്ത് ചെയ്തിരിക്കണം?
മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് മാനേജിങ്, അതായത് ക്വാളിറ്റി അല്ലേ, എപ്പോഴും ആ ഒരു സർവീസിൻ്റെ ക്വാളിറ്റി അവരെന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 അപ്രോച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So there are basically 2 approaches that any organization can have towards maintaining service standards. അപ്പോൾ സർവീസ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 2 അപ്രോച്ചസ് ആണ് ഓർഗനൈസേഷന് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എ പ്രൊയാക്റ്റീവ് അപ്രോച്ച് ഓർ എ റിയാക്റ്റീവ് അപ്രോച്ച്. പ്രൊയാക്റ്റീവ് അപ്രോച്ച് യൂസ് ചെയ്യും, അല്ലെങ്കിൽ റിയാക്റ്റീവ് അപ്രോച്ച് കമ്പനീസിന് അവരുടെ സർവീസ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പ്രൊയാക്റ്റീവ് അപ്രോച്ച് ആണ്. എന്താണ് പ്രൊയാക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? So as the name signifies, the organization must actively gather feedback from its customers on the service and areas of improvement. അപ്പോൾ ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് പ്രൊയാക്റ്റീവ് അപ്രോച്ചിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നത്? They are actively reaching out to customers and trying to gather their feedback on service quality and suggested areas of improvement. അപ്പോൾ ഇവിടെ അവർ കസ്റ്റമേഴ്സിലേക്ക് കടന്നു ചെന്നിട്ട് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും അല്ലേ. അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൽ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എന്താണ്, അതുപോലെ എവിടെയൊക്കെയാണ് അവർ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ്, കസ്റ്റമേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഏതൊക്കെയാണ് എന്ന് അറിയാൻ ശ്രമിക്കുകയാണ് പ്രൊയാക്റ്റീവ് അപ്രോച്ചിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് പ്രൊയാക്റ്റീവ് അപ്രോച്ച്. അപ്പോൾ ഇവിടെ ഈ പ്രൊയാക്റ്റീവ് അപ്രോച്ചിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, സോ ദിസ് ക്യാൻ ബി ഡൺ യൂസിങ് സർട്ടൈൻ മെത്തേഡ്സ്. ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു അപ്രോച്ചിൽ അവർ യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. ഒന്നെന്താണ്, സർവേസ് ആൻഡ് ക്വസ്റ്റ്യനെയേഴ്സ് ആണ്. സർവേസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ക്വസ്റ്റ്യനെയേഴ്സ്. ഫസ്റ്റ് സർവേസും ക്വസ്റ്റ്യനെയേഴ്സും യൂസ് ചെയ്തിട്ട് അല്ലെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് കളക്ട് ചെയ്യുക, അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് അല്ലെ, അതുപോലെ തന്നെ ഈ ഒരു അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, സർവേസ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയേഴ്സ് കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫേമിനെ എന്തിന് ഹെൽപ്പ് ചെയ്യും, എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ്, അവരുടെ പ്രിഫറൻസ്, അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ട് ആ രീതിയിൽ അവർക്ക് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്യാപ്പ് അനാലിസിസ് ആണ്. ഇവിടെ എന്താണ് കമ്പനി ചെയ്യുന്നത്? ദ കമ്പനി നീഡ് ടു ഐഡൻറ്റിഫൈ ആൻഡ് അനലൈസ് ദ ഗ്യാപ്പ് ഇൻ ദ സർവീസ് ഓഫേർഡ് ബൈ ദ കമ്പനി ആൻഡ് ദ ബെഞ്ച് മാർക്ക് ഇറ്റ് ഹാസ് സെറ്റ്. അപ്പോൾ ഇവിടെ ഒരു അനാലിസിസ് ആണ് ചെയ്യുന്നത്. അതായത് കമ്പനി ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് വേണ്ടി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അവർ ഓഫർ ചെയ്ത സർവീസ് ഉണ്ടാവും. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. എന്തായിരുന്നു അവർ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്, ദെൻ അവർ ഓഫർ ചെയ്ത സർവീസ് എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹെൽപ്ഫുൾ ഇൻ ഡിഫൈനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഈ ഒരു ഡിഫറൻസിൻ്റെ ബേസിൽ അവർ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചറിൽ അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഗ്യാപ്പ് അനാലിസിസ്. ദെൻ ഫൈനലി സ്റ്റാഫ് ട്രെയിനിങ്. കമ്പനീസ് എന്ത് ചെയ്യണം, അടുത്തതായിട്ട് പ്രൊയാക്റ്റീവ് അപ്രോച്ചിൽ അവർക്ക് യൂസ് ചെയ്യാവുന്ന എന്താണ്, സ്റ്റാഫിനെ റെഗുലറായിട്ട് ട്രെയിൻ ചെയ്യാം. ഓക്കെ, ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ട് സ്റ്റാഫ് ട്രെയിനിങ്, റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സർവീസ് ഡെലിവറിയിൽ വരുന്ന ഡിഫറൻസിനനുസരിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യുക, സ്റ്റാഫിന് ട്രെയിനിങ്ങുകൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് പ്രൊയാക്റ്റീവ് അപ്രോച്ചിൽ യൂസ് ചെയ്യാവുന്ന മെത്തേഡ്സ്. സെക്കൻഡ് വൺ ഈസ് റിയാക്റ്റീവ് അപ്രോച്ച്. എന്താണ് റിയാക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്? എ റിയാക്റ്റീവ് അപ്രോച്ച് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് റിസോർട്ടിംഗ് ടു എ പ്രീ ഡിറ്റർമൈൻഡ് സർവീസ് റിക്കവറി മെക്കാനിസം വൺസ് എ കസ്റ്റമർ കംപ്ലൈൻസ് അബൌട്ട് പുവർ സർവീസ് ക്വാളിറ്റി. ഇപ്പോൾ റിയാക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിൽ ഒരു ആക്ഷൻ എടുക്കുന്നത് കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞതിന് ശേഷം മാത്രമാണ്. അതായത് മുന്നേ കൂട്ടി പ്രൊയാക്റ്റീവ് അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞു അവർ ആക്റ്റീവ്ലി എന്ത് ചെയ്യാണ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും എക്സ്പെക്ടേഷൻസും അറിയുകയും ഗ്യാപ്പ് അനാലിസിസ് നടത്തുകയും സ്റ്റാഫ് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർവീസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ റിയാക്റ്റീവ് അപ്രോച്ചിൽ എന്താണ് ചെയ്യുന്നത്? ദിസ് അപ്രോച്ച് കം ഇൻ ടു ആക്ഷൻ ഓൺലി ആഫ്റ്റർ ദ കസ്റ്റമർ ഹാസ് ഇനീഷ്യേറ്റഡ് എ കംപ്ലൈൻറ്റ്. കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഒരു ആക്ഷൻ എടുക്കുന്നത്. ഓക്കെ, സോ ദിസ് അപ്രോച്ച് ഫോളോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ ടു ആൻ ആക്ഷൻ. അപ്പോൾ റിയാക്ഷൻ ടു ആൻ ആക്ഷൻ ആണ് റിയാക്റ്റീവ് അപ്രോച്ചിൽ നടക്കുന്നത്. And it is usually starts with apologizing to the customer and then taking step to redeem the situation. അപ്പോൾ ഇത് ഈ ഒരു റിയാക്റ്റീവ് അപ്രോച്ച് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ്, കസ്റ്റമറിന് ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നതിന് ശേഷം അവർ കസ്റ്റമേഴ്സിനോട് അപ്പോളജൈസ് ചെയ്യുകയാണ് അല്ലേ, തെറ്റ് പറ്റിയതിന് അപ്പോളജൈസ് ചെയ്തുകൊണ്ടാണ്, അപ്പോളജി പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിയാക്റ്റീവ് അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവർ കസ്റ്റമേഴ്സിന് എന്താണോ അവർക്ക് ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വന്നത് അത്
സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ആൻഡ് ദേ ട്രൈ ടു റെഡീം ദ സിറ്റുവേഷൻ ബൈ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് റെഡീം ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതൊന്നുകിൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് സർവീസ് എന്നുള്ള രീതിയിലാണ് റിയാക്റ്റീവ് അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നത്, ഫേംസ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് റിയാക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് സർവീസ് ഫേംസ്. അപ്പോൾ ഈ സർവീസ് ഫേംസിന് അവരുടെ സർവീസ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കസ്റ്റമർ റെഫറൽസ്. ദാറ്റ് മീൻസ് ഓഫറിംഗ് ദ കസ്റ്റമർ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഓൺ റെഫറിംഗ് ദം ടു അതർ പീപ്പിൾ is the important strategy of customer acquisition. അപ്പോൾ കസ്റ്റമർ റെഫറൻസിൽ എന്താണ് ചെയ്യുന്നത്, അതായത് കസ്റ്റമേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ഡിസ്കൗണ്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതായത് അവർ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയെ പറ്റി അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ഓർ സർവീസസിനെ പറ്റിയിട്ട് മറ്റുള്ള കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദ ഫേം ക്യാൻ ഓഫർ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ്, ക്യാഷ് ബോണസ് എക്സെട്ര. അപ്പോൾ ആരാണോ റെഫർ ചെയ്യുന്നത് ആ റെഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട്സും അതുപോലെ തന്നെ ബോണസുകൾ, ഗിഫ്റ്റുകൾ, കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത് കസ്റ്റമർ റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു സർവീസ് ഫേംസ് യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ. ദാറ്റ് മീൻസ് എഡ്യൂക്കേറ്റ് ദ കസ്റ്റമേഴ്സ് അബൌട്ട് ദ സർവീസസ് ബീങ് ഓഫേർഡ്. പിന്നെ കസ്റ്റമേഴ്സിന് എന്താണ് അറിവ് കൊടുക്കുക, അല്ലേ, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക. അതായത് എന്തൊക്കെ സർവീസുകളാണ് ഓഫർ ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെ ചെയ്യാം, എഡ്യൂക്കേഷൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, സെമിനാർസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ വെബിനാർസ്, അതുപോലെ പല മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ അവെയർ ആക്കുക, അല്ലേ, അവർക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക, അല്ലേ, അതാണ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. ദെൻ സോഷ്യൽ മീഡിയ. പിന്നെ സോഷ്യൽ മീഡിയാസിൽ കൂടെ, അല്ലേ, ദാറ്റ് മീൻസ് ദിസ് വൺ പ്ലാറ്റ്ഫോം ദാറ്റ് കണക്ട് ദ ഫേം വിത്ത് ദർ കസ്റ്റമേഴ്സ് ഡയറക്റ്റ്ലി, അല്ലേ, കസ്റ്റമേഴ്സിനെ ഫേമിനെയും ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എപ്പോഴും സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ, പുതിയ സർവീസുകളെ പറ്റി അതുപോലെ തന്നെ പുതിയ ഡിസ്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ സോഷ്യൽ മീഡിയാസിൽ നിന്നും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയാസ് ഫേംസ് യൂസ് ചെയ്യുന്നത് വഴി കസ്റ്റമേഴ്സിലേക്ക് ഇൻഫർമേഷൻസ് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതും എന്താണ് സോഷ്യൽ മീഡിയാസിൽ വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുക ഫേംസ്, അല്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയാസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൂടെ കസ്റ്റമേഴ്സിലേക്ക് എന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, റെഗുലറായിട്ട് കസ്റ്റമേഴ്സിന് കിട്ടും. അപ്പോൾ സോഷ്യൽ മീഡിയാസും എന്താണ് ഫേംസിന് സർവീസ് ഫേംസിന് യൂസ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ്, ഫ്രീ സർവീസസ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ. ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സ് ക്യാൻ ബി ഓഫേർഡ് ഡെമോൺസ്ട്രേഷൻസ് ഓഫ് സർവീസസ് ബീങ് ഓഫേർഡ്. പിന്നെ എന്ത് ചെയ്യുക, അവർക്ക് ഫ്രീ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഫ്രീ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. സോ വി ക്യാൻ സേ ദിസ് വിൽ ഹെൽപ്പ് ദം ടു നോ വാട്ട് ദേ ആർ ഗെറ്റിംഗ്, അല്ലേ, എന്താണ് അവർക്ക് കിട്ടുന്നത് എന്നതിനെ പറ്റിയൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ ഫ്രീ സർവീസ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല സ്ട്രാറ്റജീസും പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും സർവീസ് ഫേംസിന് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് മെഷറിംഗ് സർവീസ് ക്വാളിറ്റി. So we can say it is important for the firm to measure the service. It is the offering to the customer, അല്ലേ. അപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം സർവീസിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യണം, അല്ലേ, കാരണം സർവീസാണ് ഒരു സർവീസ് ഫേം അവരുടെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, സർവീസ് ക്വാളിറ്റി എപ്പോഴും മെഷർ ചെയ്യണം. അപ്പോൾ ആ സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യാൻ കമ്പനീസിന് എന്ത് യൂസ് ചെയ്യാം, ഫേമിന് എന്ത് യൂസ് ചെയ്യാം, മെട്രിക് യൂസ് ചെയ്യാം, അല്ലേ, ഒരു മെട്രിക് യൂസ് ചെയ്യാന്നാണ് പറയുന്നത് ഫോർ മെഷറിംഗ് ദി ക്വാളിറ്റി ഓഫ് സർവീസ്. അപ്പോൾ ആ മെട്രിക് എങ്ങനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്, ദ പർട്ടിക്കുലർ പാരാമീറ്റേഴ്സ് സെലക്റ്റഡ് വുഡ് ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ബിസിനസ്, സർവീസ് മോഡൽ ആൻഡ് കസ്റ്റമർ എക്സ്പെക്ടേഷൻ. അപ്പോൾ കസ്റ്റമർ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ മോഡൽ എങ്ങനെയാണ്, അതിൻ്റെ ബേസിലാണ് അവർ ക്വാളിറ്റി മെഷർ ചെയ്യേണ്ട ഒരു മെട്രിക് അല്ലെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം, മെട്രിക് അല്ലെങ്കിൽ പല പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, കസ്റ്റമർ സർവീസ് കോൾ സെൻറ്റർ ഓഫ് എ ടെലികോം പ്രൊവൈഡർ, ദ മെട്രിക് ഫോർ മെഷറിംഗ് സർവീസ് ക്വാളിറ്റി കുഡ് ബി ദി ആവറേജ് ടൈം ടേക്കൺ ഫോർ ഹാൻഡ്ലിംഗ് എ കോൾ ഓർ റെക്ടിഫൈങ് എ കംപ്ലയിൻറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു കോൾ സെൻറ്റർ, അല്ലെ, ഒരു ടെലികോം സർവീസ് പ്രൊവൈഡറിൻ്റെ ഒരു കോൾ സെൻറ്ററിൽ അവരുടെ ഒരു ക്വാളിറ്റി മെഷർ ചെയ്യാനൊരു മെട്രിക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു കോള് ഹാൻഡിൽ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ
കോൾ സെൻറ്ററിലുള്ള ഒരു എംപ്ലോയി ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ കംപ്ലൈൻറ്റ് സോൾവ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, അവരുടെ സർവീസ് ക്വാളിറ്റിയെ മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ബിസിനസ്സിന് അനുസരിച്ചിട്ട് അവർ സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെട്രിക് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു സലൂണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന സർവീസ് ക്വാളിറ്റി മെഷർ അല്ലെങ്കിൽ മെട്രിക് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. എങ്ങനെയായിരിക്കും അവിടെ മെഷർ ചെയ്യുന്നത്? അതായത് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറ്റൻഡഡ് ബൈ എ പേഴ്സൺ ഇൻ ആൻ അവർ ഇൻ എ സലൂൺ അല്ലേ. ഇപ്പോൾ ഒരു ബാർബർ ഒരു അവറിൽ എത്ര കസ്റ്റമേഴ്സിനെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, എത്ര പേര് ഹെയർ കട്ട് അയാൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യാം, ഒരു സലൂണിൻ്റെ സർവീസ് ക്വാളിറ്റി അവർക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല ബിസിനസ്സിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവർ ഓഫർ ചെയ്യുന്ന സർവീസിൻ്റെ മോഡൽ, കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ, ഇതിൻ്റെ ബേസിൽ സർവീസ് ക്വാളിറ്റിയെ പല മെട്രിക് അല്ലെങ്കിൽ പല പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, മെഷർ ചെയ്യാൻ പറ്റും. അതാണ് മെഷറിംഗ് സർവീസ് ക്വാളിറ്റി. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിൾ. സർവീസ് മാർക്കറ്റിംഗിൽ അടുത്തതായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിൾ ആണ്. സോ ദ സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിൾ was developed by Christian Grönroos. Okay, and it is developed in the year 2000. 2000 ക്രിസ്ത്യൻ ഗ്രോൺറൂസ് ആണ് ഈ ഒരു മോഡൽ, സർവീസ് ട്രയാങ്കിൾ മോഡൽ, സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിൾ മോഡൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Okay, and it depicts or it shows the relation between three essential elements of a service industry, that is company, employees and consumers. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്താണ് കാണിക്കുന്നത്, അതായത് ഒരു സർവീസ് ഇൻഡസ്ട്രിയുടെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കമ്പനിയും എംപ്ലോയീസും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സുമാണ്. ഒരു സർവീസ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും എസെൻഷ്യൽ ആയിട്ടുള്ള 3 എലമെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞ ഈ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ എംപ്ലോയീസും കൺസ്യൂമേഴ്സും. ഓക്കെ, കമ്പനിയും എംപ്ലോയീസും കൺസ്യൂമേഴ്സുമാണ്. അപ്പോൾ ഈ 3 എലമെൻറ്റ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണിക്കുന്നത്. സോ ദിസ് മാർക്കറ്റിംഗ് ട്രയാങ്കിൾ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ കമ്പനീസ് മാനേജ്മെൻറ്റ്, ഇറ്റ്സ് കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. കമ്പനി, എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സ് ആർ ദ 3 essential elements, and here it shows that a company set a promise to customers. ഇവിടെ കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു സെറ്റ് ഓഫ് പ്രോമിസ് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ഓക്കെ, കസ്റ്റമേഴ്സ് ത്രൂ എക്സ്റ്റേണൽ മാർക്കറ്റിംഗ്. എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് ത്രൂ കമ്പനി എന്ത് ചെയ്യുകയാണ്, ഒരു പ്രോമിസ് കസ്റ്റമറിന് കൊടുക്കുന്നു. ആൻഡ് ഫുൾഫിൽ ദിസ് പ്രോമിസ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ്. ഈ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ എംപ്ലോയീസ് വേണം അല്ലേ. അപ്പോൾ അത് ഇന്റേണൽ മാർക്കറ്റിംഗ് ത്രൂ എന്ത് ചെയ്യുന്നു, അവർ ആ ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ത്രൂ ഇന്റേണൽ മാർക്കറ്റിംഗ്. ആൻഡ് ദ എംപ്ലോയീസ് ഇൻ ടേൺ ഡെലിവർ ദ പ്രോമിസ് ടു കസ്റ്റമേഴ്സ് ത്രൂ ഇന്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. ഇനി എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, ആ പ്രോമിസ് ഡെലിവർ ചെയ്യുന്നത് എങ്ങനെയാണ്, കസ്റ്റമേഴ്സിലേക്ക് ഇന്ററാക്റ്റീവ് മാർക്കറ്റിംഗിൽ കൂടെയാണ്. ഓക്കെ, സോ വി ക്യാൻ സേ ബിറ്റ്വീൻ ദീസ് 3 എലമെൻറ്റ്സ് അല്ലേ, കമ്പനിയും എംപ്ലോയീസും കസ്റ്റമേഴ്സും ആണ് 3 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. ഈ 3 എലമെൻറ്റ്സിൻ്റെ ഇടയിൽ എന്തുണ്ട്, ദർ ആർ 3 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, സോ ബിറ്റ്വീൻ ദീസ് 3 പോയിന്റ്സ് ഓഫ് ട്രയാങ്കിൾ ദർ ആർ 3 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ദാറ്റ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഫോർ എ സർവീസ് ടു സക്സീഡ്. അപ്പോൾ ഈ 3 എലമെൻസിൻ്റെ ഇടയിൽ 3 തരത്തിലുള്ള മാർക്കറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സർവീസ് ഇൻഡസ്ട്രിക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഇത് അവർ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യണം എന്നാണ് എന്ത് പറയുന്നത്, ഈ ഒരു സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിൾ പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഈ മാർക്കറ്റിംഗ്, എക്സ്റ്റേണൽ മാർക്കറ്റിംഗ്, ഇന്റേണൽ മാർക്കറ്റിംഗ്, ഇന്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിളിൽ നമ്മൾ പറഞ്ഞു ദർ ആർ 3 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ബിറ്റ്വീൻ ദ 3 എലമെൻറ്റ്സ് ഓഫ് സർവീസ് ട്രയാങ്കിൾ. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ്? ഫസ്റ്റ് ഇന്റേണൽ മാർക്കറ്റിംഗ് ആണ്. എന്താണ് ഇന്റേണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ദ ഇന്റേണൽ മാർക്കറ്റിംഗ് കണക്ട് ദ കമ്പനി വിത്ത് ദ എംപ്ലോയീസ്. ഓക്കെ, ഇന്റേണൽ മാർക്കറ്റിംഗ് ആണ് കമ്പനീസിനെയും എംപ്ലോയീസിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ദ എംപ്ലോയീസ് ആർ അസിസ്റ്റഡ്, ഗൈഡഡ് ആൻഡ് ട്രെയിൻഡ് ഫോർ പ്രൊവൈഡിങ് ദ സർവീസ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു ഇന്റേണൽ മാർക്കറ്റിംഗിൽ എന്ത് ചെയ്യണം, കമ്പനീസ് പ്രോപ്പറായിട്ട് എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യും, ട്രെയിൻ ചെയ്യും, അവരെ പ്രോപ്പറായിട്ട് മോട്ടിവേറ്റ് ചെയ്യും വേണം. എന്തിനു വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിന് സർവീസ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്റേണൽ മാർക്കറ്റിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്റേണൽ മാർക്കറ്റിംഗ് ആണ് കമ്പനിയും എംപ്ലോയീസിനെയും എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ മാർക്കറ്റിംഗ്.
So this is the direct form of service marketing. Here the company reaches out the target consumers through website advertisements, social media and other relevant platforms to keep the business rolling. ഇപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ മാർക്കറ്റിങ്ങിലാണ് തന്നെയാണ് ഇതെന്താണ് ഡയറക്റ്റ് ഫോം ഓഫ് സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, കമ്പനി കൺസ്യൂമേഴ്സുമായിട്ട് അല്ലെങ്കിൽ കമ്പനി കൺസ്യൂമേഴ്സിനെ റീച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് കൺസ്യൂമേഴ്സിനെ അടുത്തേക്ക് എത്തുന്നത് അല്ലെ അവരുടെ വെബ്സൈറ്റിൽ ത്രൂ അല്ലെങ്കിൽ എന്താണ് അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയാസിൽ കൂടെ അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുകയാണ്, ബിസിനസ് അല്ലെ കമ്പനി കൺസ്യൂമേഴ്സിന് അവരുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നതാണ് എന്ത് എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇതാണ് വി ക്യാൻ സേ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ മാർക്കറ്റിംഗ് ടാസ്ക് അല്ലേ, ബിക്കോസ് ഇറ്റ് ഇസ് ദ ആക്ച്വൽ ഡെലിവറി ഓഫ് സർവീസ് ടു ദി കൺസ്യൂമർ ബൈ എംപ്ലോയീസ്. അപ്പോൾ ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് സർവീസിൻ്റെ ആക്ച്വൽ ഡെലിവറി, അതാണ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിന് അവരുടെ സർവീസ് ഡെലിവറി ചെയ്യുന്നു, ആക്ച്വൽ ഡെലിവറി നടത്തുന്നു. ഓക്കെ, സോ ഈ ഒരു ഇൻട്രാക്റ്റീവ് മാർക്കറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇന്റേണൽ മാർക്കറ്റിങ്ങിൻ്റെയും എക്സ്റ്റേണൽ മാർക്കറ്റിങ്ങിൻ്റെയും പ്രോപ്പർ എക്സിക്യൂഷനിൽ കൂടെ മാത്രമാണ് കമ്പനീസിന് പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ. എംപ്ലോയീസുമായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എംപ്ലോയീസിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും ട്രെയിൻ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ മാർക്കറ്റിങ്ങും പ്രോപ്പറായിട്ട് ചെയ്യണം അല്ലേ, ടാർഗറ്റ് കൺസ്യൂമേഴ്സിലേക്ക് പ്രോപ്പറായിട്ട് റീച്ച് ചെയ്യുകയും വേണം. അപ്പോൾ മാത്രമാണ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് എന്താവുള്ളൂ, സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ഇതാണ് ദിസ് ആർ ദ 3 types of marketing that must be carried out for a service to succeed. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള മാർക്കറ്റിംഗ്, സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിളിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർവീസ് മാർക്കറ്റിംഗുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. എന്താണ് സർവീസ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ സർവീസ് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളാണുള്ളത്. ലൈക്ക് മാനേജിങ് സർവീസ് ക്വാളിറ്റി ആൻഡ് ബ്രാൻഡ്സ്, അതുപോലെ തന്നെ മെഷറിംഗ് സർവീസ് ക്വാളിറ്റി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് സർവീസ് ഫേം, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ മാർക്കറ്റിംഗ് ട്രയാങ്കിൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നെറ്റ് സിലബസ് പ്രകാരം സർവീസ് മാർക്കറ്റിങ്ങിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കവർ ചെയ്ത ഏരിയയിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ്. സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ഹെറ്ററോജിനിറ്റി, ടാഞ്ചിബിൾ, പെരിഷബിലിറ്റി, നോൺ ട്രാൻസ്ഫറബിൾ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ടാഞ്ചിബിൾ ആണ്. ടാഞ്ചിബിലിറ്റി ആണ് സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്. Thank you learners. See you in another class.